ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ പിന്നെ ശ്രീരഞ്ജിനി കാര്യങ്ങളൊക്കെ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്. എന്നിട്ട് അടുത്തേക്ക് ചെന്നിട്ട് പതിയെയാണ് ചന്ദ്രബോസിനോട് പറയുന്നത്, പഞ്ചപുച്ഛമടക്കിയിട്ട് എനിക്കൊന്നും അറിയില്ലേ രാമനാരായണ എന്നും പറഞ്ഞ് നിന്നാൽ തടി തപ്പാം, തൊപ്പി രക്ഷിക്കുകയും ചെയ്യാം. അല്ലാതെ ഇവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ജീപ്പിന് വട്ടം ചുറ്റാൻ കിടക്കാനാണ് ഭാവമെങ്കിൽ എനിക്കെൻ്റെ യൂണിഫോമിൻ്റെ പവർ കാണിക്കേണ്ടി വരും. എന്താ തീരുമാനം, എന്താ എടുക്കുന്ന എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രബോസിനാകെ പേടിയാവുന്നുണ്ട്. ജോലി പോവും എന്നുള്ളത് മനസ്സിലാവുകയാണ്. അന്നേരം ഞാൻ ഓക്കെ ആണ് മാഡം എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേ മാഡം എന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ എനിക്ക് ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിക്കോ മാഡം എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് ഇങ്ങനെ അന്തം വിടുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഇവനെ ജീപ്പിലേക്ക് വലിച്ചു കയറ്റി ഭാവിയിൽ കേരള ബിവറേജസിനെ സഹായിക്കുന്ന ആളാണ് എന്ന് പറയുമ്പോൾ മറ്റു പോലീസുകാരാണെങ്കിൽ പിന്നെ രോഹിത്തിനെ ജീപ്പിലേക്ക് കയറ്റുന്നുണ്ട്. തുടർന്ന് ശ്രീരഞ്ജിനാണെങ്കിൽ ചന്ദ്രബോസിനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ജീപ്പിൽ കയറി രോഹിത്തിനെയും കൊണ്ട് പോകുന്നുണ്ട്. അന്നേരം ആകെ ദേഷ്യത്തിൽ തൊപ്പിയൊക്കെ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചന്ദ്രബോസ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതില്ല. സുസ്മിത വന്നിട്ട് ചന്ദ്രബോസിനടുത്തേക്ക് ചോദിക്കുന്നുണ്ട്, ചിറ്റപ്പ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഊരണം എന്നുള്ളത്. അന്നേരം ആ പെണ്ണുപിള്ള പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ, ഞാനും നോട്ടപ്പുള്ളിയാണെന്ന്. ആ ചെറുക്കൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ശാലിനി ആ കസേരയിൽ വന്നിരുന്നാൽ കിട്ടേണ്ടതൊക്കെ കിട്ടും, കലക്കി കൈ തരുമെന്നുള്ളത്. ഇപ്പോൾ വേഷായി കിട്ടിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയ്ക്കും ഇങ്ങനെ ദേഷ്യം വന്നിട്ട് അപ്പോൾ ശാലിനി പണി തുടങ്ങി, ഈ ഒരു അറസ്റ്റ് നമുക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ്, നമ്മൾ കരുതിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ സുസ്മിത പറയുമ്പോൾ ചന്ദ്രബോസ് ആകെ കലിപ്പിലങ്ങോട്ട് നിൽക്കുകയാണ്. അതേസമയം സുബൈറിന്റെ വീട്ടില് നസീറിന്റെ ഉമ്മായും കൂടി വരുന്നുണ്ട്. അതായത് സുബൈറിന്റെ പെങ്ങള് സുബൈദ കൂടെ വരികയാണ്. അന്നേരം സുബൈർക്കാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം കെട്ടിക്കാൻ പ്രായമായ ഒരു പെണ്ണുണ്ടായിട്ടും ഇക്കാക്ക തന്നെ ചായ ഉണ്ടാക്കി കുടിക്കണോ, ഇങ്ങോട്ട് മാറി ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് ഈ സുബൈദ ആണെങ്കിൽ ചായയൊക്കെ ഇടുന്നുണ്ട്. അന്നേരം നൂർജഹാൻ എവിടെയും ചോദിക്കുമ്പോൾ അവൾ അവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറയുന്നുണ്ട്. നീ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നസീറും ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ എവിടെ എന്നിങ്ങനെ സുബൈർക്ക ചോദിക്കുമ്പോൾ അവളെ തിരക്ക് നടക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പിന്നെ ഈ നസീർ ആണെങ്കിൽ പിന്നെ മാമ നൂറ് എവിടെയെന്നും പറഞ്ഞ് വരുന്നുണ്ട്. അന്നേരം അവൾ ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇക്കാക്ക് അറിയാതെയാണ് അവൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അവൾ പോകുന്നിടത്തേക്ക് എനിക്ക് പോകാനായിട്ട് പറ്റുമോ, അവൾ ചിലപ്പോൾ നമ്മളെ പഴയ വാടക വീട്ടിൽ പോയി കാണും, അവിടെ ഈ പലഹാരം ഉണ്ടാക്കുന്ന യൂണിറ്റൊക്കെ ഉണ്ട്, അവിടെ പോയി എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഈ സുബൈദ ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. തുടർന്ന് സുബൈർക്കാണെങ്കിൽ ചായയും കൊണ്ടങ്ങ് ഹാളിലേക്ക് പോയിരിക്കുകയാണ്. അന്നേരം നസീർ ഉമ്മാനോട് പറയുന്നുണ്ട്, കേട്ടില്ലേ അവിടെയാണെങ്കിൽ ആ വാടകക്കാർ എനിക്ക് തീരെ ഇഷ്ടമല്ല, അവിടെ ഒരു വിഷ്ണു എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവനെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഈ സുബൈദയാണെങ്കിൽ ഹാളിലേക്ക് വന്നിട്ട് പിന്നെ സുബൈർക്കയോട് സംസാരിക്കുന്നുണ്ട്. നസീറും വന്നിരിക്കുന്നുണ്ട്. അന്നേരം ഇവർക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ, നസീറിന് ഇഷ്ടമില്ലാത്തതൊക്കെ എന്തിനാ അവൾ ചെയ്യുന്നത്, അവൾ എന്തിനാ ഇങ്ങനെ കറങ്ങി വിടാനായിട്ട് അനുവദിക്കുന്നത്, പിന്നെ അവൾ പിന്നെ നസീർ എന്ന് പറയുന്നത് ഇക്കാക്കയുടെ പെങ്ങളുടെ മകൻ മാത്രമല്ല നൂറിൻ്റെ പുതിയാപ്പിള കൂടിയല്ലേ, അപ്പോൾ അവന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ വാടകക്കാർ അവിടെ ഉള്ളത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ നസീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം സുബൈർക്ക പറയുകയാണ്, ഒരു മാസം കൂടി അവളിങ്ങനെ കറങ്ങി നടക്കുകയുള്ളൂ, പിന്നെ അവൾ പഠിക്കാൻ പോവുകയല്ലേ. അന്നേരം നസീറിനും സുബൈദയ്ക്കും അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവളെ പഠിപ്പിക്കാനാണോ തീരുമാനം, അപ്പോൾ ഇവരുടെ കല്യാണം എന്ന് അവരുടെ നിക്കാഹ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അവൾക്കിപ്പോൾ എൻട്രൻസും കിട്ടി, അഡ്മിഷനും കിട്ടും, അപ്പോൾ അവൾ പഠിക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം നസീർ ദേഷ്യപ്പെടുന്നുണ്ട്, ആ വാടകക്കാർ പറഞ്ഞ് തിരിപ്പിച്ചതാണ്, അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിപ്പിക്കണം, എൻ്റെ ഉപ്പാപ്പയ്ക്ക് കൂടി ഉള്ള വീടല്ലേ, അപ്പോൾ എനിക്കും അതിൽ അവകാശമുണ്ട്, ഒന്നുകിൽ മാമ പറഞ്ഞു വിടണം അല്ലെങ്കിൽ ഞാൻ അവരെ പറഞ്ഞു വിടും എന്നൊക്കെ പറയുമ്പോൾ ഈ സുബൈർക്ക കുറേ നേരം ആലോചിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇത് നൂറിൻ്റെ നിർബന്ധമാണ് പഠിക്കണം എന്നുള്ളത്, അവൾ പഠിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നീട് തീരുമാനിക്കാം, പിന്നെ വാടകക്കാരെ ഒഴിപ്പിക്കുന്ന കാര്യം നീ ഒന്നും പറയണ്ട, ഞാൻ അവരോട് സംസാരിച്ചോളാം, ഇല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ മാനക്കേടെന്ന് പറയുമ്പോൾ ഈ നസീർ പറയുന്നുണ്ട്, എനിക്ക് വാ കൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല, പക്ഷേ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ വൃത്തിയായിട്ട് ഞാനങ്ങ് ചെയ്യും എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഈ നസീർ ആണെങ്കിൽ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അന്നേരം ഈ സുബൈദ പറയുന്നുണ്ട്, ആ വാടകക്കാരാണ് പ്രശ്നമെങ്കിൽ നമ്മൾ എന്തിനാ ഇങ്ങനെ ഇടുന്ന് വഴക്ക് കൂടുന്നത്, അവരെ അങ്ങ് ഒഴിപ്പിച്ചാൽ പോലെ, വേണ്ടാത്ത വയ്യ വലിയൊക്കെ നമ്മൾ എന്തിനാ തലയിലെടുത്ത് വെക്കുന്നത് എന്നിങ്ങനെ സുബൈദ ചോദിക്കുമ്പോൾ ഈ സുബൈർക്കായാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വാടകക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുമോ എന്തോ നൂറിൻ്റെ ഒരു ഭാവി ഓർത്ത് ആ ഒരു തീരുമാനമോടെ പക്ഷേ സുബൈർക്ക പറയുന്നില്ല. അതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ശാരദാമ്മ ഹോട്ടലിൽ നിൽക്കുകയാണ്. കുറുപ്പ് സാറ് വരുന്നുണ്ട്. അന്നേരം കുറുപ്പ് സാർ കയറിയിരിക്കുന്നുണ്ട്. അന്നേരം ചോദിക്കുകയാണ്, ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തിനാ ആരെങ്കിലും സഹായത്തിന് വെച്ചുകൂടെ, ശാന്ത കൂടി പോയ സ്ഥിതിക്ക് ചെറിയൊരു വിശ്രമമൊക്കെ വേണ്ടേ, ഊണൊക്കെ ഉള്ളതല്ലേ, ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഒരു മാനസിക പിരിമുറുക്കവും എല്ലാം ഒക്കെ കിട്ടും, ഒന്ന് നടന്നിവർത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കുറുപ്പ് സാർ ചോദിക്കുമ്പോൾ ശാരദാമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട്, രാജി വരുന്നതാണ്, പക്ഷേ ഇന്നെന്തോ ബാങ്കിലെ ആവശ്യത്തിന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് പോയി, പിന്നെ ഊണ് സമയമാകുമ്പോൾ
മക്കളാരെങ്കിലും വരും എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് കുറുപ്പ് സാർ പറയുകയാണ്, ആ ഫുഡ് കോമ്പറ്റീഷൻ്റെ ജഡ്ജ്മെൻറ്റ് അത് തെറ്റായിരുന്നു, പാചകത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത സത്യാമ്മയ്ക്ക് അവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ തിരിമറി നടന്നിട്ടുണ്ട്. ശാരദാമ്മയെ എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. അതിനുശേഷം അവിടെ സാബു വർഗീസ് ആണെങ്കിൽ എന്നെ കുറേ തവണ ഫോൺ വിളിച്ചു, ഞാനങ്ങ് ഫോൺ എടുത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞില്ലേ, അതിൻ്റെ പേരിൽ ഈ സാബു സാറുമായിട്ടുള്ള സൗഹൃദം എന്തിനെ അവസാനിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സത്യയും പപ്പിയും കൂടി ഒരുങ്ങി റെഡിയായിട്ടൊക്കെ ഇരിക്കണം. കുറുപ്പ് സാറേ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അന്നേരം ആ സുന്ദരി കുട്ടികളിവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. പപ്പി ഉണ്ടാകാൻ നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം ഒരുങ്ങി റെഡി ആയിട്ടുണ്ടല്ലോ, എങ്ങോട്ടാ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരുങ്ങി നിൽക്കുക, അമ്മയും റെഡി ആവുകയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങോട്ടോ കറങ്ങാനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വിഷ്ണു ഓട്ടോയും കൊണ്ട് വരുന്നുണ്ട്. അന്നേരം കുറുപ്പ് സാറ് ചോദിക്കുന്നുണ്ട്, ഇതേതാ ഒരു പുതിയ ആട്ടോ, എന്തായാലും പേരെഴുതിയേക്കുന്നത് ഓട്ടോ ശ്രീ എന്നോ എന്ന് പറഞ്ഞ് അവരിങ്ങനെ രണ്ടുപേരും കൂടി നോക്കുമ്പോൾ അതിൽ നിന്ന് വിഷ്ണുവും കമലിനും ഇറങ്ങുന്നുണ്ട്. അന്നേരം പക്ഷേ വിഷ്ണു ആണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവരും കൂടി മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് കുട്ടികൾ ഓടി ചെല്ലുന്നുണ്ട്. അച്ഛാന്നും പറഞ്ഞ് സത്യയും വിഷ്ണു അച്ഛാന്നും പറഞ്ഞ് പപ്പിയും ഓടി ചെന്ന് വിഷ്ണുവിനെ വട്ടം ചുറ്റി പിടിക്കുകയാണ്. അകത്ത് നിന്ന് ശാലിനി ഓടി ഇറങ്ങി വന്ന് ഓട്ടോയ്ക്ക് നോക്കുന്നുണ്ട്. ശ്യാമ ഇറങ്ങി വരികയാണ്. അന്നേരം ഞാനെടുത്ത ഓട്ടോയാണ് എന്നിങ്ങനെ ശാരദാമ്മയോട് പറയുകയാണ്. തുടർന്ന് നന്നായി എന്നിങ്ങനെ പറയുന്നുണ്ട്. കുറുപ്പ് സാറും പറയുന്നുണ്ട്, ശാരദാമ്മയും പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഓട്ടോയുടെ പേര് കണ്ടോ അമ്മ, ഓട്ടോയുടെ പേര് കണ്ടോ, ഓട്ടോ ശ്രീ എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം കമലം പറയുകയാണ്, കുടുംബശ്രീ പോലെ പെട്ടെന്ന് ഈസി ആയിട്ട് പറയാം, ഓട്ടോ ശ്രീ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് കമലിനാണെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അകത്ത് നിന്നും സീറ്റിൽ നിന്നും തേങ്ങ എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കർപ്പൂരം വെക്കുകയാണ്. അത് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ വിഷ്ണു അതുമായിട്ട് ശാരദാമ്മയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊന്ന് എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ ഞാനോ, വേണ്ട മോനെ, ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും ശാരദാമ്മയുടെ ശാരദാമ്മ ഒന്ന് പൂജിച്ച് തന്നാൽ അതാണ് ഒരു ഐശ്വര്യം എന്നിങ്ങനെ പറയുമ്പോൾ അത് കുറുപ്പ് സാറും ശരിവെക്കുന്നുണ്ട്. അതെ, ശാരദാമ്മ കൈതൊട്ട് അനുഗ്രഹിച്ചാൽ ആർക്കും അന്നത്തിൻ്റെ മുട്ടുണ്ടാകില്ല, അത് ഞാൻ എന്തായാലും ഉറപ്പ് തരാം. നമ്മൾ സാധാരണക്കാർ അന്നത്തിന് വേണ്ടിയാണല്ലോ ഓടുന്നത്, അപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് കമലിനാണെങ്കിൽ തീപ്പെട്ടി എടുത്ത് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കത്തിച്ചു കൊടുക്കുക എന്നിങ്ങനെ കുറുപ്പ് സാറും പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു അത് കുറുപ്പ് സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ ചടങ്ങ് കർമ്മം നിർവഹിക്കാനുള്ളത് മാഷാണ്, എനിക്ക് കിട്ടാതെ പോയ ഒന്നാണ് വിദ്യാഭ്യാസം. ഈ ഒരു ചടങ്ങിൽ മാഷ് തിരികൊളുത്തുമ്പോൾ ആ ഒരു ഇത് എനിക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ നിൻ്റെ ഈ നല്ല മനസ്സാണ് നിൻ്റെ വിദ്യാഭ്യാസം, അതുകൊണ്ട് നിനക്ക് നല്ലതേ വരൂ എന്ന് പറഞ്ഞിട്ട് കുറുപ്പ് സാർ അത് വാങ്ങിയ കർപ്പൂരം കത്തിക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ അതിങ്ങനെ ഒഴിയുകയാണ്. ആരതി ഒഴിഞ്ഞിട്ട് കണ്ണ് തട്ടാതെയൊക്കെ ആക്കി വെച്ചിട്ട് അത് ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ ആ പൂജ അത് ഇങ്ങനെ പൂജിച്ച് കഴിയുമ്പോൾ വിഷ്ണു ശാരദാമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് ശ്യാമ പക്ഷേ ഒരു സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. എന്നാലും ശ്യാമയ്ക്ക് ഒരു ചെറിയൊരു വിഷമം ശ്യാമയുടെ മുഖത്ത് കാണുന്നുണ്ട്. തുടർന്ന് വിഷ്ണു അത് വാങ്ങി കമലിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് കൊണ്ടുപോയി ഉടക്കിടാന്ന് പറയുമ്പോൾ കമലിനാണെങ്കിൽ അത് കല്ലിനിങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ നമുക്ക് പോകാം ഇനി അമ്പലത്തിലേക്ക് എന്നിങ്ങനെ പറയുകയാണ്. കയറിക്കോ മക്കളെ എന്ന് പറയുകയാണ്. അതാണ് സത്യയും പപ്പിയും കൂടി അകത്തേക്ക് കയറാൻ പോകുമ്പോൾ പപ്പി തിരിഞ്ഞ് നിന്നിട്ട് അമ്മ വരുന്നില്ലേ എന്ന് ശ്യാമയോട് ചോദിക്കുകയാണ്. അന്നേരം വേണ്ട മക്കൾ പൊയ്ക്കോ, അമ്മ വരുന്നില്ല എന്ന് പറയുകയാണ്. ശ്യാമ അന്നേരം വിഷമം തന്നെയാണ്, ശാരദാമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം എന്തേ കയറുന്നില്ലേ എന്നിങ്ങനെ വിഷ്ണു ശാലിനിയോട് ചോദിക്കുകയാണ്. എങ്കിൽ കയറ് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ശാലിനി ഇങ്ങനെ കയറാൻ പോകുന്നുണ്ട്. അന്നേരം അപ്പോൾ കമല എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഫാമിലി ആയിട്ട് പോയി അടിച്ച് പൊളിക്കാൻ ആശാനെ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് കയറ് കളക്ടറെ എന്നിങ്ങനെ വിഷ്ണു ഒന്നുകൂടി പറയുമ്പോൾ ശാലിനി കയറുന്നുണ്ട്. അന്നേരം അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നില്ല ചോദിക്കുകയാണ്. അന്നേരം ആദ്യം അമ്പലം, അത് കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. തുടർന്നാണ് കയറ് കളക്ടർ എന്ന് പറയുമ്പോൾ ശാലിനിയും കയറുന്നുണ്ട്. തുടർന്ന് വിഷ്ണു എല്ലാവരോടും ഒക്കെ പറഞ്ഞിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി എടുത്ത് അവരിങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശ്യാമയാണെങ്കിൽ അത് നോക്കി നിന്നിട്ട് സങ്കടത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. ഇപ്പോഴാണ് ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് എന്നിങ്ങനെ കുറുപ്പ് സാർ പറയുമ്പോൾ ശ്യാമ അത് കേട്ടിട്ട് വിഷമത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട്. ശാരദാമ്മ ഇങ്ങനെ ശ്യാമയെ നോക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, കുറുപ്പ് സാർ പറയുകയാണ്, ഇനി അവരുടെ കാര്യം ആലോചിച്ച് ശാരദാമ്മയ്ക്ക് എന്തായാലും വിഷമിക്കേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ പ്രാർത്ഥനയോടെയൊക്കെ നിൽക്കുന്നുണ്ട്. തുടർന്ന് അവർ ഓട്ടോയിൽ പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ ആകെ സന്തോഷത്തിലാണ്. ശാലിനിയും വിഷ്ണുവും അതേപോലെ തന്നെയാണ്. ഈ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ ഭാമയാണെങ്കിൽ എവിടെയോ പോകാനായിട്ട് ഒരുങ്ങി റെഡിയായി ബാഗൊക്കെ തൂക്കി വരുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ അവിടെ പഠിക്കെ തന്നെ വീട്ടിൽ വേഷത്തിയിരിക്കുകയാണ്. രാഘവേട്ടൻ ഇതുവരെ റെഡിയായില്ലേ, ഞാൻ പറഞ്ഞതല്ലേ പോകാമെന്ന്, പെട്ടെന്ന് ആട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ വരണോ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് പോയാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ആ കൊച്ചു വരുന്നത്, 100ൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഈ പ്രൈസ് മണിയായിട്ട് കിട്ടിയ 10 ലക്ഷം രൂപയുടെ വീട്ടിൽ വെച്ചേക്കുന്നത് സേഫ് അല്ല, അത് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് പോയി എടുത്താൽ മതിയല്ലോ, അതിന് വേണ്ടിയിട്ടല്ലേ രാഘവേട്ടനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാനും
പറ്റില്ല, നിന്ന് നിൽപ്പിൽ കാണില്ല എന്ന് പറയുമ്പോൾ അത് ഞാനെങ്ങും പോകാതിരുന്നാൽ പോരെ എന്ന്. അന്നേരം അത് പറ്റില്ല, രാഘവേട്ടൻ വന്നേ നോക്കൂ, എങ്കിൽ പിന്നെ ഞാൻ ആ കൊച്ചിനോട് വരണ്ട എന്ന് പറയാം എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും അല്ല, ആ ബാങ്ക് ആണെങ്കിൽ അങ്ങ് സ്റ്റെപ്പ് കയറി പോകണം എന്നൊക്കെ രാഘവൻ നായർക്ക് പോകാനായിട്ട് തീരെ താല്പര്യമില്ല. അന്നേരം അതിന് ഞാനുണ്ടല്ലോ, ഒന്ന് റെഡിയായെന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നൂറ് വരുന്നുണ്ട്. അന്നേരം എന്താ പോകാമെന്ന് റെഡി ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ രാഘവേട്ടൻ റെഡി ആയിട്ടില്ല, പിന്നെ പോകാൻ വരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒറ്റയ്ക്ക് നിർത്താനും പറ്റില്ല എന്ന് പറയുമ്പോൾ നൂറ് ദേഷ്യപ്പെടുകയാണ്. എന്താ അച്ഛാ ഇത്, പോയി റെഡി ആയിക്കേ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും കൊച്ചു വർത്താനം പറഞ്ഞു നിൽക്കുക, ഞാൻ പോയി റെഡി ആയിട്ട് വരാമെന്നും പറഞ്ഞ് രാഘവൻ നേരെ അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ എങ്ങനെയാണ് പോവുക എന്നിങ്ങനെ നൂറ് ചോദിക്കുകയാണ്. അന്നേരം അങ്ങോട്ട് ഇറങ്ങി നിന്നാൽ ഓട്ടോ കിട്ടില്ലേ എന്ന് പറയുകയാണ്. അന്നേരം അതുവരെ നടക്കണ്ടേ, പിന്നെ പൈസ എടുത്താലെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നേരത്തെ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തോളിൽ കിടക്കുന്ന ബാഗിൽ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അന്നേരം നൂറ് പറയുകയാണ്, എങ്കിൽ ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം, അച്ഛൻ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. അപ്പോൾ ഓട്ടോ ദേ എത്തി എന്ന് പറഞ്ഞിട്ട് നൂറാണെങ്കിൽ ഓട്ടോ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. തുടർന്ന് നൂറാണെങ്കിൽ റോഡ് ഇങ്ങനെ പോകുമ്പോൾ രണ്ടുപേരിങ്ങനെ ബൈക്കിൽ വരുന്നുണ്ട്. ഒരു മങ്കി ക്യാപ്പൊക്കെ വെച്ച് മുഖം കാണാം, തലയൊക്കെ മറച്ച് അങ്ങനെ ആ ഒരു വേഷത്തിൽ വരുന്നുണ്ട്. അന്നേരം നൂറിൻ്റെ അടുത്തെത്തുമ്പോൾ അവരിങ്ങനെ വണ്ടി നിർത്തുന്നുണ്ട്. പക്ഷെ നൂറ് നടന്നങ്ങ് പോവുകയാണ്. പക്ഷേ അവർ നൂറിനെയും നൂറ് അവരെയും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം വിഷ്ണുവും ശാലിനിയും സത്യയും പപ്പിയും ഒക്കെ അമ്പലത്തിലെത്തുന്നുണ്ട്. അന്നേരം ചാവി പൂജയ്ക്കായിട്ട് റെസിപ്റ്റ് എഴുതിയിട്ട് അവരിങ്ങനെ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തിരുമേനി ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഏത് വാഹനമാണ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞിട്ട് ആ റെസിപ്റ്റും താക്കോലും കൂടി വിഷ്ണു തിരുമേനിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അന്നേരം ഓട്ടോശ്രീ, നല്ല ഐശ്വര്യമുള്ള പേര്, ഈ പേരിൽ തന്നെ വഴിപാട് കഴിപ്പിക്കാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അതിനാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ തിരുമേനി അതും കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ തൊഴുതു നിൽക്കുകയാണ്. ഈ സമയത്ത് ആ നേരത്തെ വന്ന രണ്ടുപേരാണെങ്കിൽ സത്യഭാമയുടെ വീടിൻ്റെ അകത്തേക്ക് അവിടെ ഗേറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ അവരെ അകത്തേക്ക് ഇങ്ങ് കയറി പോവുകയാണ്. അതേസമയം വിഷ്ണു അവിടെ അമ്പലത്തിലെ പൂജയും നടക്കുന്നുണ്ട്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ വിഷ്ണു ആണെങ്കിൽ പൂജയൊക്കെ നടത്തിയിട്ട് ഇവിടെ തിരിച്ചെത്തുമ്പോഴേക്കും ഇവിടെ ഇവരാണെങ്കിൽ സത്യഭാമയും രാഘവനാരെയൊക്കെ തള്ളിയിട്ട് ഈ പൈസയും കൊണ്ട് മുങ്ങുകയാണ് ചെയ്യുന്നത്. ഇവർ പോയതിന് ശേഷമാണെന്ന് തോന്നുന്നു നൂറ് എത്തുന്നത് ഒക്കെ. ഇനി ബാക്കി എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. എന്തായാലും രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് അവരാരും പോകില്ല. അപ്പോൾ ഇനി ശാലിനി രക്ഷിക്കുമോ എന്താണെന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.